നോക്കിയാൽ ഈ സ്ത്രീ ഇതേ നിൽപ്പാണല്ലോ. ഇവിടെ ജോലിയൊന്നും ചെയ്യാനില്ല. ശ്യാം അനാവശ്യമായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് ഇവരിങ്ങനെ വഷളായിപ്പോയത്. കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ചോദിച്ചാ കേട്ടില്ലേ? കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോന്ന്? ഉണ്ടാക്കിയാ ഉണ്ടാവും. ഉണ്ടാക്കി വെച്ചതൊക്കെ ഒരാൾ വിഴുങ്ങിട്ട് പോയില്ലേ? ആണോ? ആരാ ശ്യാം? ആള് ചുമ്മാ പറയുന്നല്ലേ. 60 കഴിഞ്ഞാ പിന്നെ അത്തം പിത്തോന്നല്ലേ. ഡിക്കമ്മായിക്ക് ഒരു 60 കഴിഞ്ഞാണോ അല്ലേ? 60 ആയാലും 70 ആയാലും പെരുമാറ്റം ശരിയല്ല. അല്ല, അത് ഈ പ്രത്യേക സഹജ. എനിക്ക് ബ്രെഡൊന്നും വേണ്ട കേട്ടോ. ഇതെന്താ ഇത്? ഇഷ്ടമുള്ള പേര് വിളിക്കാം. മട്ടൻ കൊണ്ടുണ്ടാക്കിയ കട്ട്ലേറ്റാ. അതാർക്കാ മട്ടൻ കട്ട്ലേറ്റ്? ഞാൻ കഴിക്കുന്ന ആഹാരം മാത്രമേ ശ്യാമം കഴിക്കാറുള്ളൂ. എനിക്കൊന്നും അറിഞ്ഞൂടാ. നമുക്ക് ഇഷ്ടമില്ലാത്ത ആഹാരമാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് പിന്നെ ഞാന് ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അനിൽ. അവൻ ബോംബെന്ന് വന്നു, അവന് വേണ്ടി ഉണ്ടാക്കിയതാ. ആ ശ്യാം, ബോംബെന്ന് നിന്റെ കൂട്ടുകാരൻ അനിലിന്റെ ടെലിഗ്രാം വന്നിട്ടുണ്ട്. ടെലിഗ്രാം? അവനെ നാളത്തെ ഫ്ലൈറ്റിന് വരുന്നുണ്ടെന്ന്. അനിൽ വന്നു എന്ന് പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞ അനില് ഈ കക്ഷിയല്ല. നാളെ ബോംബെന്ന് വരുന്ന കക്ഷിയാണ് എന്റെ യഥാർത്ഥ കക്ഷിയായ അനിൽ. അല്ല, അതേതാ വേറൊരു അനിൽ? വേറൊരു അനിൽ അതേതാ? ബോംബെയിൽ എനിക്ക് 7 സുഹൃത്തുക്കളുണ്ട്. എല്ലാവരുടെയും പേര് അല്ലെന്നാ. എല്ലാവരുടെയും പേര് അല്ലെന്നാ. ബോംബെയിലെ 7 സുഹൃത്തുക്കൾ. ഇടുത്തി വീഴുന്ന കണക്കാണല്ലോ വരവ്. ഇടുത്തി വീഴുന്ന ഞാൻ കണ്ടിട്ടില്ല. താൻ കണ്ട ഒരു വാരം ചെയ്യാൻ നോക്കൂ. അനില് വരുമ്പോഴേ ഇങ്ങനെ ടെലിഗ്രാം ഓഫീസിൽ വന്നിട്ടില്ലെന്ന് പറയാൻ നോക്കൂ. നിന്നോട് നാളെ എയർപോർട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ തന്ത പോവും. അയ്യോ, സാറിന് കള്ളം പറയാൻ വലിയ പ്രയാസമാണോ? യാതൊരു പ്രയാസവും ഇല്ല, സന്തോഷമേ ഉള്ളൂ. സന്തോഷമേ ഉള്ളൂ. ആ, അപ്പൊ ഞാൻ വരട്ടെ. എന്റെ ഫ്ലൈറ്റിന്റെ സമയം മുഴുവൻ മാറാൻ പോവുക. അയ്യോ, എന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കുഴയല്ലോ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? അല്ല, പിന്നെ എന്റെ ഈ ജോലി, പിന്നെ ഇന്ദുവിന്റെ ഫ്ലൈറ്റിന്റെ വരവ് ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിർത്തിയിരിക്കുകയാണ്. അതൊക്കെ കുഴയല്ലോ എന്ന്. ഈശ്വര, ഇത്ര പെട്ടെന്ന് കഷ്ടകാലം തുടങ്ങിയോ? എന്റെ അമ്മൂമ്മയുടെ ടെലഗ്രാം. കുട്ടി, കുട്ടി, ഒന്ന് നിന്നേ, ഒന്ന് നിന്നേ. ശ്രീകുട്ടി എന്നല്ലേ പേര്? അതെ. ശ്യാമിന്റെ അല്ലേ? അതെ. നമ്മളാരാ മനസ്സിലായില്ല. ഞാൻ OP ഓളശ, ശ്യാമിന്റെ ഒരു അടുത്ത സുഹൃത്താ. ശ്രീകുട്ടിയെ പറ്റി ശ്യാം ധാരാളം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടിയെ കണ്ട ഉടനെ എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ തന്നെ എന്തുമാത്രം ശ്യാം എന്നോട് പറഞ്ഞിട്ടുണ്ടാവും. ശ്യാമിനെ കാണാൻ പോവാണോ? ഏയ് അല്ല, കണ്ടിട്ട് ഒരുപാട് നാളായി. പുള്ളിക്കാരൻ ഇവിടെ അടുത്തൊരു ഫ്ലാറ്റിലാണല്ലോ താമസം. എവിടെ? ഇവിടെ നേരെ പോയി തിരിഞ്ഞാൽ ഉടനെ ഒരു ഫ്ലാറ്റില്ലേ, അതിന്റെ ടോപ്പ് ഫ്ലോറിൽ നമ്പർ 12-ലല്ലേ പുള്ളിക്കാരൻ. എന്നിട്ട് എന്നോട് താമസം മാറിയ കാര്യം പറഞ്ഞില്ലല്ലോ. ബിസിയാണ്, അതുകൊണ്ടാവും. ഇപ്പൊ ഇവിടെ കാണും. പോകുമ്പോ ഒന്ന് കണ്ടേച്ച് പോണം. ശരി, വരട്ടെ. കഥ ഒരു പുതിയ എഴുത്തിരിവിലേക്ക് ചാടുന്നു. സത്യത്തിൽ ഇന്ദുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കല്യാണമേ കഴിക്കില്ലായിരുന്നു. നമ്മുടെ ശ്രീകുട്ടി ശ്രീ കുട്ടികൃഷ്ണൻ നായർ, നമ്മുടെ ഓഫീസിലെ പ്യൂൺ. അതിനെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നേ. ആരെ കണ്ടാലും രൂപ അടഞ്ഞു ചോദിക്കും. അതുകൊണ്ട് പലരും പുള്ളി ഒളിച്ചടക്കാം. 1-2 ദിവസമായി 1000 രൂപ എന്നോട് കടഞ്ഞു. അവനോട് അഡ്രസ് കൊടുത്താരണ. എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് ഒഴിച്ചു വിടാം, അല്ലെങ്കിൽ ഭയങ്കര ഉപദ്രവം. നീ വാ. ശ്രീകുട്ടിയോ? നല്ല ആളാ. വീട് മാറിയ വിവരം ഒന്ന് അറിയിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതായിപ്പോയോ? ചേട്ടൻ അറിയോ, ഞാൻ എത്ര ദിവസമായി എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? ശ്യാം ചേട്ടൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ വിളിച്ചു വിളി? എല്ലാരും കേക്കട്ടെ, എന്റെ ഒരു കഷ്ടം എല്ലാരും അറിയട്ടെ. അറിഞ്ഞതിന്റെ ഇരട്ടി കഷ്ടമാവും. എന്റെ ശ്രീകുട്ടി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്റെ ഫ്ലാറ്റ് പെട്ടെന്ന് വിടേണ്ടി വന്നു. വേറൊന്ന് കിട്ടിയതുമല്ല. എന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്.
ഞാൻ അവന്റെ കൂടെ തൽക്കാലം കഴിയാന്ന് വെച്ചു. ഞാൻ വേറൊരു ഫ്ലാറ്റ് നോക്കിക്കൊണ്ടിരിക്കാണ്. അത് കിട്ടിയാൽ ഉടനെ കല്യാണം. ശ്രീകുട്ടി, ഞാൻ ഹോസ്റ്റലിൽ വന്നുകൊണ്ടോളാം. വന്നേ വന്നേ പ്ലീസ്. കുട്ടപ്പാ, ശ്രീകുട്ടിയെ കൊണ്ടുവിടെ. ചെല യോ ഹലോ, ശ്യാം ഹിയർ. ഞാനാണ് എലീന. ഫ്ലൈറ്റിന് എന്തോ തകരാറുള്ളത് കൊണ്ട് 3 മണിക്കൂർ ലേറ്റാണ്. ഞാൻ അങ്ങോട്ട് വരുന്നു. അയ്യോ, അത് വേണ്ട. അത്രയും നേരം കൂടെ ശ്യാമിന്റെ കൂടെ ഇരിക്കാലോ. എന്താ, ശ്യാമിന് സന്തോഷം തോന്നില്ലേ? പിന്നെ ഭയങ്കര സന്തോഷമല്ലേ. എന്നാലും പിന്നെ അത് വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, അത്രയും സമയം കളയണ്ട. ഞാൻ അങ്ങോട്ട് വരുന്നു. ഞാൻ പിന്നെ പറയുന്നത് ബെലിന. ആരാ ശ്യാം? അത് പിന്നെ ഒരു ബന്ധുവാ. ബന്ധു എന്ന് വെച്ചാ? ബന്ധു എന്ന് വെച്ചാല് പിന്നെ ഒരു അടുത്ത ബന്ധം. അടുത്ത ബന്ധു? അതെ, പിന്നെ ഒരു വകയിലൊരു ഫാദറായിട്ട് വരും. വകയിലൊരു ഫാദർ? ഫാദർ എന്ന് വെച്ചാ പിന്നെ അങ്കിള്, അമ്മാവൻ. ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. എലീന ശ്യാം പറഞ്ഞല്ലോ, ഞാൻ കേട്ടു. എലീനെ? ഏത് എലീനെ? ഞാൻ കേട്ടല്ലോ. എലീന ഞാൻ പറഞ്ഞോ? പറഞ്ഞു. ഏലിയാസ്, പുള്ളിയുടെ പേരാ. അത് ക്രിസ്ത്യൻ ആണല്ലേ? ഏലിയാസ് മേനോൻ. ഏലിയാസ് മേനോനോ? പുള്ളിയുടെ അച്ഛൻ ക്രിസ്ത്യാനിയും അമ്മ മേനോത്തിയാ. മൈ ഗോഡ്, കേട്ടിട്ട് തന്നെ തല ചുറ്റുന്നു. അപ്പൊ അനുഭവിക്കുന്ന എന്റെ കാര്യോ? എന്ത്? അല്ല, ഞാൻ എന്റെ ഒരു ടെൻഷന്റെ കാര്യം പറയായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പൊ എന്നെ കാണണം പോലും എയർപോർട്ട് വെയിറ്റ് ചെയ്യണമെന്ന്. ഞങ്ങളുടെ ഒരു കമ്പനിയിൽ ഷെയർ എടുക്കാൻ പുള്ളിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ ഒന്ന് പോയിട്ട് വരാം. You're crazy. താങ്ക് യു.